ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന എപ്പോഴാണ്? രാത്രി ഇല്ലേ, അത്താഴത്തിനാണ്. കാരണം രാവിലെ തിരക്കിട്ട് ജോലി, സ്കൂളിൽ പോകണം, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അത്യാവശ്യത്തിന് കഴിച്ചാലായി ഇല്ലെങ്കിലായി. ഉച്ചയ്ക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ് കഴിക്കുന്നു, ഇല്ലെങ്കിൽ ജോലിക്കിടയിൽ നമ്മൾ ഇടയ്ക്ക് പുറത്തിറങ്ങി കഴിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി നമ്മുടെ ഒരു ഫുൾ ഫാമിലി ഉള്ള എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം രാത്രിയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയുള്ള ഭക്ഷണമാണ് പലരും വിഭവസമൃദ്ധമായി ഹാപ്പി ആയിട്ട് കഴിക്കുന്നത്. രാത്രിയുള്ള ഭക്ഷണം പതിവായിട്ട് ഇത്തരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വണ്ണം വയ്ക്കുമെന്നും നമ്മുടെ ശരീരത്തിന് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കുടവയർ വരുമെന്നും പ്രമേഹ രോഗം കൂടും, ഫാറ്റി ലിവർ കൂടും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് അത്താഴം നിയന്ത്രിക്കാൻ നമ്മൾക്ക് പലർക്കും സാധിക്കത്തില്ല. പലപ്പോഴും നമ്മൾ വിശന്ന് വരുന്ന സമയത്ത് വരുമ്പോൾ കാണുന്ന ഹോട്ടലിലെ മണമോ ഇല്ലെങ്കിൽ വീട്ടിൽ നമുക്കുണ്ടാക്കുന്ന ഫുഡിൻ്റെ മണമോ അടിക്കുമ്പോൾ നമുക്ക് ഫുൾ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ നമ്മൾ അത്താഴം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ രാവിലെ ഉച്ചയും കഴിക്കുന്ന ഭക്ഷണം പോരെ? പലരും പറയാറുണ്ടല്ലോ രാത്രി ആയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാറില്ല എന്ന്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ അത്താഴം അല്ലെങ്കിൽ ഡിന്നർ കഴിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി മാത്രമല്ല, കാരണം നമ്മൾ പകലത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം റിലാക്സ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് നോർമൽ ആകുന്നതിനും നമുക്ക് ഉറക്കം സുഖമായിട്ട് കിട്ടുന്നതിനും നമുക്ക് ഈ ഡിന്നർ സഹായിക്കും. പലപ്പോഴും നമുക്ക് അമിതമായിട്ട് സ്ട്രെസ്ഫുൾ ആണെന്നിരിക്കട്ടെ, നമ്മൾ ജോലിയിൽ വളരെയേറെ ടൈറ്റാണ്, നമുക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ വൈകുന്നേരം ഒരു ഭക്ഷണവും കഴിക്കാതിരുന്നാൽ നമുക്ക് നമ്മുടെ തലച്ചോറിൽ ഈ സ്ട്രെസ് ഹോർമോൺസ് കുറയാനുള്ള ഒരു നോർമൽ മെക്കാനിസം അധികം വർക്ക് ചെയ്യത്തില്ല. പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സെറോട്ടോണിൻ എല്ലാം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലോ നമുക്ക് ഉറക്കം ശരിയായിട്ട് കിട്ടുന്ന മെലാറ്റോണിൻ സ്റ്റിമുലേഷൻ നടക്കണം എന്നുണ്ടെങ്കിലോ നമ്മുടെ ശരീരത്തിലേക്ക് അത്യാവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സും അത്യാവശ്യം പ്രോട്ടീൻസും മിനറൽസും എത്തണം. അതിന് നമ്മൾ ഡിന്നർ കഴിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ എപ്പോഴാണ് നമ്മൾ ഡിന്നർ കഴിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളിടത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഡിന്നർ കഴിക്കണമെന്ന് വിചാരിച്ച് ഇത്തരത്തിൽ വാരി വലിച്ച് കഴിക്കുമ്പോഴാണ് നമുക്കിവിടെ കൂടുതൽ അപകടങ്ങൾ പിണയുന്നത്. അതുകൊണ്ട് തന്നെ ഡിന്നർ കഴിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളും നമ്മൾ ഡിന്നർ എങ്ങനെ ആരോഗ്യകരമായി എന്തെല്ലാം കഴിക്കണമെന്ന് ഞാൻ വിശദീകരിക്കാം. പ്രധാനമായിട്ട് ഡിന്നർ അഥവാ അത്താഴം നമ്മൾ കഴിക്കേണ്ടത് സൂര്യൻ അസ്തമിച്ച് അരമണിക്കൂറിനകത്താണ്. അതായത് വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഒരു 7-7:15 മുമ്പ് നമ്മൾ രാത്രിത്തെ ഭക്ഷണം അവസാനിപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ പക്ഷേ പലരും വിചാരിക്കുന്നുണ്ടാവും, ഡോക്ടറിന് ഇങ്ങനെയൊക്കെ പറയാം, രാത്രി ഒരു 11 മണി കഴിഞ്ഞാൽ വീണ്ടും വല്ലാണ്ട് വിശപ്പ് വരും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴൊന്നും കഴിക്കാതെ കിടന്നുറങ്ങിയാൽ വയറിന് കംപ്ലൈൻ്റ് അല്ലേ എന്ന് വയ്ക്കും. യഥാർത്ഥത്തിൽ നമ്മൾ വൈകുന്നേരം ഒരു 7 മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ആവശ്യത്തിനുള്ള നമുക്ക് ഉറക്കത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കി മെറ്റബോളിസത്തിനും 7 മണിക്ക് കഴിക്കുന്ന ഭക്ഷണം മതിയാവും. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് രാത്രി ഒരു 11 മണി കഴിയുമ്പോൾ വിശപ്പ് വരുന്നതെന്നറിയോ? നമ്മൾ സമയത്തിന് ഉറങ്ങാത്തതുകൊണ്ടാണ്. ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആക്ടിവിറ്റി, പ്രത്യേകിച്ച് ഇൻസുലിൻ മെറ്റബോളിസം വീണ്ടും വർക്ക് ചെയ്യുകയും നമ്മുടെ തലച്ചോറിൽ നിന്നും വീണ്ടും വിശക്കുന്നു എന്നൊരു സെൻസേഷൻ നമുക്ക് തുടങ്ങുകയും ലെപ്റ്റിൻ ഗ്രലിൻ എൻസൈമുകൾ വീണ്ടും ചെറുതായിട്ട് ആക്റ്റീവ് ആകാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് വിശക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് രാത്രിയിൽ ഒരു 10:30-ക്ക് ശേഷം ഉണർന്നിരിക്കരുത്, സമയത്തിന് കിടന്നുറങ്ങണമെന്ന്. രാത്രി അമിതമായിട്ട് ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഈ വണ്ണം വയ്ക്കാൻ കാരണവും ഈ ലേറ്റ് നൈറ്റായിട്ട് വളരെ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും അതിനുശേഷം കിടന്നുറങ്ങുന്നതുകൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയൽ ഫുഡ് രാത്രി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആയിട്ടുള്ള നമ്മുടെ ധാന്യങ്ങളാണ്. ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അരി ആയിക്കോട്ടെ ഗോതമ്പായിക്കോട്ടെ തവിട് കളയാതെ എടുക്കുന്നത്. ഇപ്പോൾ ഗോതമ്പിൻ്റെ തവിട് കളയാതെയുള്ള ഭാഗം നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ആട്ടയാക്കുന്നതോ മൈദയാക്കുന്നതോ നല്ലതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് പൊറോട്ട കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കഴിക്കാം, ഉച്ചയ്ക്കോ രാവിലെ കഴിക്കുക. രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ ഈ പൊറോട്ട കഴിക്കാതിരിക്കുന്നത് നല്ല. കാരണം രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ഇവ ഹൈ കാർബാണ്, മൈദമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ വ്യത്യാസപ്പെടുത്തുകയും രക്തത്തിൽ ഊർജ്ജം കൂടുതൽ ഉയരുകയും ഒരുപക്ഷെ നൈറ്റ് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യും. നമ്മൾ രാത്രിയിൽ ഈ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ രാത്രി മധുരം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് തലച്ചോറിന്, നമ്മൾ മദ്യപിച്ച അതേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മദ്യപാനത്തിൻ്റെ പ്രത്യേകത എന്താ? രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്കൊരു ഹാങ് ഓവർ ഉണ്ടാവും അല്ലേ, ഒരു ഉന്മേഷക്കുറവുണ്ടാവും, തലയ്ക്ക് പെരുപ്പുണ്ടാവും. ഇതേപോലെ തന്നെയാണ് രാത്രിയിൽ നിങ്ങൾ ലേറ്റായിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മദ്യപിച്ച അതേ എഫക്റ്റ് തന്നെ നിങ്ങളുടെ തലച്ചോറിന് ഈ ഒരു ഹാങ് ഓവർ എഫക്റ്റ് സൃഷ്ടിക്കും. ഒരിക്കലും രാവിലെ ഉന്മേഷത്തോടെ ഉണരാൻ സാധിക്കത്തില്ല.
അതുകൊണ്ടാണ് രാത്രി നേരത്തെ ഒരു ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ്, അതിപ്പോൾ ഗോതമ്പിൻ്റെ ആണെങ്കിൽ ചപ്പാത്തി കഴിക്കാം, അരി കൊണ്ടുള്ള ഫുഡാണെങ്കിൽ തവിടുള്ള അരി ഉപയോഗിക്കാം. പലരും വെള്ളയരി കൊണ്ടുള്ള, ഇപ്പം രാത്രി ചോദിക്കുമ്പോൾ പറയും ഞാൻ ചോറല്ല കഴിക്കുന്നത്, പകരം ഇഡ്ഡലി ദോശയാണെന്ന് പറയും. ചോറ് കഴിക്കുന്നതിനേക്കാൾ രാത്രി ഇഡ്ഡലിയും ദോശയും എല്ലാം കഴിക്കുന്നത് നമ്മുടെ ഇവയെല്ലാം ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയ ഫുഡാണ്. രക്തത്തിൽ വളരെ പെട്ടെന്ന് ഈ ഷുഗർ ലെവലിനെ ഉയർത്തുന്നതിനും വണ്ണം വയ്ക്കുന്നതിനും ഞാൻ നേരത്തെ പറഞ്ഞ ഹാങ് ഓവർ സൃഷ്ടിക്കുന്നതിനും കാര്യമാകും. അതുകൊണ്ട് അരി കഴിക്കുകയാണെങ്കിൽ തവിടുള്ള അരി കൊണ്ടുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് കഴിക്കാം. ഓട്സ് നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓട്സ് ഉപ്പുമാവ് രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കുക. ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് നട്ട്സും പച്ചക്കറികളും കൂടെ ചേർത്ത് ഒരു കോമ്പിനേഷനായിട്ട് കഴിക്കുക. കഴിയുന്നത്ര രാത്രി നിങ്ങൾ ഓട്സ് വെള്ളത്തിൽ കാച്ചിയിട്ട് ഓട്സും പാലും കൂടെ കാച്ചിയിട്ട് കഴിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 90-അടുത്തേക്ക് വരും. ഇത് വളരെ പെട്ടെന്ന് ഈ നമ്മൾ ഇഡലിയും ദോശയും കഴിക്കുന്ന പോലെ ഷുഗർ ലെവൽ ഉയർത്താനും വണ്ണം വയ്ക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഈ ധാന്യങ്ങളല്ലാതെ കഴിക്കേണ്ട മറ്റു ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും മത്സ്യമാണ്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നിങ്ങൾ രാത്രിയിൽ മത്സ്യം കഴിക്കുക. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 7-7:30 സമയത്ത്. അത് ഒരിക്കലും പൊരിച്ചതോ അല്ലെങ്കിൽ വറുത്ത മസാല ചേർത്തിട്ടുള്ളവ കഴിക്കുന്നത് നല്ലതല്ല. ലൈറ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ കറി വെച്ചിട്ട് അധികം മസാല ഇല്ലാതെ രാത്രികളിൽ കഴിക്കാവുന്നതാണ്. ആഴ്ചയിൽ 3 ദിവസം കഴിക്കാം. ഇവയുടെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ മത്സ്യത്തിനകത്ത്, പ്രത്യേകിച്ച് ചാള, ചൂര, അയല പോലുള്ളവയ്ക്കകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. മെഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. മെഗ്നീഷ്യം കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിക്കുന്നത് നിങ്ങളുടെ ഉറക്കം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ തലച്ചോറിലെ സിറോട്ടോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഉറക്കം സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും സഹായിക്കും. അതുകൊണ്ട് ഈ മത്സ്യം ആഴ്ചയിൽ 3 ദിവസം കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നട്ട്സിനകത്തും ഉയർന്ന അളവിൽ മെഗ്നീഷ്യം, സെലീനിയം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഉറക്കം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് സഹായിക്കും. നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന അത്യാവശ്യം നട്ട്സ്, കപ്പലണ്ടി പോലുള്ളവ കഴിക്കാവുന്നതാണ്. കൂടാതെ ഇലക്കറികളും പച്ചക്കറികളും രാത്രി കഴിക്കുക. പലപ്പോഴും നിങ്ങൾ ഈ ഫോറിനേഴ്സ് കഴിക്കുന്ന ഫുഡിൻ്റെ രീതി കണ്ടിട്ടില്ലേ? അവർ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള, അതായത് കടുത്ത പച്ച കളറിലുള്ള ഇലകൾ ചേർത്തുള്ള ഒരു സൂപ്പ് രാത്രി കഴിക്കുന്നത് കാണാം. കാരണം കടും പച്ച കളറിലുള്ള ഇലകൾക്കകത്ത് വളരെ സമൃദ്ധിയായിട്ട് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും സുഖകരമായിട്ട് ഉറക്കം കിട്ടാൻ നല്ലതാണ്. മറ്റൊരു ഫുഡും കഴിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ പച്ചക്കറികൾ ചേർത്തിട്ട്, പ്രത്യേകിച്ച് കൂണില്ലേ, വെജിറ്റേറിയൻസിന് ഏറ്റവും മികച്ച പ്രോട്ടീൻ കിട്ടുന്നതിനും സെലീനിയം കിട്ടുന്നതിനും മെഗ്നീഷ്യം കിട്ടുന്നതിനും നിങ്ങൾക്ക് ഈ കൂൺ ഉപയോഗിക്കാം. കൂൺ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു സൂപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ഇലകൾ ചേർക്കാം, കൂണ് ചേർക്കാം, അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോൺസ് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഒരു മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രി കഴിക്കാവുന്നതാണ്. പാല് 1 ഗ്ലാസ് കുടിക്കാം. കാരണം പാല് നിങ്ങൾ രാത്രിയിൽ കഴിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനകത്ത് മെലാറ്റോണിൻ സിന്തസിന് സഹായിക്കും. മെലാറ്റോണിനാണ് നമുക്ക് സുഖകരമായിട്ട് ഉറക്കം കിട്ടാൻ സഹായിക്കുന്നത്. രാത്രി 1 ഗ്ലാസ് പാല് കുടിക്കുന്നത്, ചെറു ചൂട് പാല് കുടിക്കുന്നത് നമുക്ക് ഉറക്കം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല രാത്രി ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയൽ പയറുവർഗ്ഗം അല്ലെങ്കിൽ കടലവർഗ്ഗമാണ് ചിക്ക് പീസ്. നമ്മുടെ കടലയില്ലേ, നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന കടല തൊലിയോട് കൂടിയിട്ട് നിങ്ങൾ അത്യാവശ്യം ഒന്ന് പുഴുങ്ങിയിട്ടോ, ഇല്ലെങ്കിൽ അല്പം പുഴുങ്ങി അതിനകത്ത് അല്പം കടുക് വറുത്തിട്ട് കുറച്ച് തേങ്ങയൊക്കെ അരിഞ്ഞിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഒരു നേരത്തെ ഭക്ഷണവുമാണ്. ഇവയ്ക്ക് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉണ്ട്. ഉയർന്ന അളവിൽ വെജിറ്റബിൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം സെലീനിയം, സിങ്ക്, മെഗ്നീഷ്യം പോലുള്ളവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒരു ബൗള് നിങ്ങൾ കടല പുഴുങ്ങിയത് കഴിച്ചാൽ തന്നെ നിങ്ങളുടെ വയറ് സാറ്റിസ്ഫൈഡ് ആകുകയും വലുതായിട്ട് വിശപ്പ് വരാതിരിക്കുകയും ചെയ്യും. ചിലർ പറയാറുണ്ട് ഈ കടലയും പയറും എല്ലാം കഴിച്ചാൽ ഗ്യാസ് വല്ലാണ്ട് വരുന്നുണ്ടെങ്കിൽ ചെറു ചൂടോടുകൂടി നിങ്ങൾ കടല കഴിച്ചാൽ മതിയാകും. പലർക്കും അമിതമായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്നത് കടലയുടെ പുറത്തുള്ള തൊലിയാണ്. അമിതമായിട്ട് ഗ്യാസ് ശല്യമുള്ളവർ കടലയുടെ പുറമെയുള്ള തൊലി കളഞ്ഞിട്ട് ബാക്കിയുള്ളവ ചെറു ചൂടോടെ കഴിച്ചു നോക്കിയോളൂ. നിങ്ങൾക്ക് വയറിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തുമില്ല. മാത്രമല്ല കഴിയുന്നത്ര കിഴങ്ങ് വർഗ്ഗങ്ങൾ രാത്രി അധികം കഴിക്കാതിരിക്കുക. അതായത് ചേമ്പ്, ചേന, കാച്ചില്, ഈ ഉരുളക്കിഴങ്ങ് പോലുള്ളവ രാത്രി കഴിക്കാതിരിക്കുക. മലയാളികളുടെ ഫേവറേറ്റ് നൊസ്റ്റാൾജിയ ആയിട്ടുള്ള കപ്പ, മരിച്ചീനി ഈ രാത്രി കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് അല്പം കഴിക്കാവുന്ന, ഉച്ചയ്ക്കോ വൈകിട്ടോ കഴിക്കുക. കാരണം ഇവയ്ക്കകത്ത് വളരെ ഉയർന്ന അളവിൽ സ്റ്റോർഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നതിന് കാരണമാകും. രാത്രി കഴിക്കാൻ പറ്റുന്ന വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കിഴങ്ങ് എന്ന് പറയുന്നത് മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടറ്റോ. ഈ മധുരക്കിഴങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മധുരമുണ്ട്, പക്ഷേ ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്,
ഫൈബർ അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാമിനകത്ത് ഏകദേശം 8 ഗ്രാമോളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന അളവിൽ വൈറ്റമിൻ എ, നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും പ്രധാനം, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ രാത്രിയിലെ ഫുഡായിട്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങി നൽകാം. മുതിർന്നവർക്കും പ്രമേഹ രോഗികൾക്കും വേണമെങ്കിലും ഒരു നേരത്തെ ഫുഡായിട്ട്, മറ്റു ഭക്ഷണങ്ങളുടെ ഒപ്പം അല്ല കേട്ടോ, ഒരു നേരത്തെ ഭക്ഷണമായിട്ട് രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കാം. കാരണം പുഴുങ്ങിയ മധുരക്കിഴങ്ങിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 54 മാത്രമാണ്. അതായത് നിങ്ങൾ ചപ്പാത്തി കഴിക്കുന്നു അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നതിനേക്കാൾ ഗ്ലൈസെമിക് ഇൻഡെക്സ്, ഗ്ലൈസെമിക് ലോഡ് കുറവ് മധുരക്കിഴങ്ങിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രി ഇപ്പോൾ ഒരു നേരം മറ്റു ഭക്ഷണം എല്ലാം ഒഴിവാക്കിയിട്ട് മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് കഴിക്കാം. വലുതായിട്ട് ഷുഗർ കൂടത്തില്ല, വണ്ണം വയ്ക്കത്തില്ല, ശരീരത്തിന് നല്ലതാണ്. കുട്ടികൾക്ക് പോലും ഇവ നല്ലത് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം കഴിക്കണമെങ്കിൽ മറ്റു കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ക്യാരറ്റോ ബീട്രൂട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മറ്റു കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്പം വേണമെങ്കിൽ മറ്റു കറികളുടെ കൂടെ ചേർത്ത് കഴിക്കാം. ഉരുളക്കിഴങ്ങ് കഴിയുന്നത്ര രാത്രി കഴിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇവ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ലോഡ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ സൂപ്പ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിടാം. ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ളവ നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കി അത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. സപ്പോസ് നിങ്ങൾ ഇനി രാത്രി ഉറക്കക്കുറവുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം. പാലിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞു. നട്ട്സ്, ഓട്സ്, അതേപോലെ എള്ള് നിങ്ങൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉപ്പുമാവ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവയ്ക്കകത്ത് നട്ട്സും ചേർത്ത് അത്യാവശ്യം എള്ളും ചേർക്കാം. ഈ നട്ട്സിൻ്റെയും ഓട്സിൻ്റെയും എള്ളിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്നറിയോ? ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട്. പാലിനകത്തും ട്രിപ്റ്റോഫാൻ ഉണ്ട്. ഇവ നമ്മുടെ ഉറക്കത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, നമുക്ക് സുഖകരമായിട്ടൊരു ഉറക്കം കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് രാത്രി നോൺ വെജ് ആണ് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി കഴിക്കാൻ പറ്റുന്ന നോൺ വെജ് ഞാൻ പറഞ്ഞല്ലോ, മുട്ട നിങ്ങൾക്ക് ഒരു ദിവസം ഒരെണ്ണം, നിങ്ങൾ പകൽ അത്യാവശ്യം വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുന്നേരം കഴിക്കാം. മത്സ്യം ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ചാള, ചൂര, അയല പോലുള്ളവ കഴിക്കാം. അല്ലെങ്കിൽ ചിക്കൻ നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാം. പൊരിച്ചതോ മസാലയോ ഒഴിവാക്കുക. റെഡ് മീറ്റ് കഴിയുന്നത്ര രാത്രി ഒഴിവാക്കുക. അതായത് ബീഫ്, പോർക്ക്, മട്ടൺ, താറാവ് പോലുള്ളവ രാത്രി കഴിക്കുന്ന ഒഴിവാക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള സകല തട്ടുകടകളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് വൈകുന്നേരമാണ്. എല്ലാ മലയാളികളും ഈ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഈ ബാക്കിയുള്ള പോർക്കും എല്ലാം വാങ്ങി കഴിക്കുന്നത് രാത്രിയാണ്. അവിടെയാണ് അപകടം. നിങ്ങൾ ചിക്കൻ കറി വെച്ചത് വേണമെങ്കിൽ വൈകുന്നേരം കഴിക്കുക. ഫ്രൈ കഴിയുന്നത്ര, ഫ്രൈയും മസാലയും കഴിയുന്നത്ര ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഒരു നേരം ഫ്രൂട്ട്സ് കഴിക്കാം. നിങ്ങൾക്ക് പ്രമേഹ രോഗം കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ, അമിതവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫാറ്റി ലിവർ രോഗം ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ താരതമ്യേന മറ്റു ഭക്ഷണങ്ങളുമായി താരതമ്യേന കുറവാണ്. നിങ്ങൾക്ക് ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കുറഞ്ഞ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിൾ, പേരയ്ക്ക, സബർജല്ലി പോലുള്ളവ നിങ്ങൾക്ക് രാത്രി കഴിക്കാം. മാതളം കഴിക്കാം. പലരും ഇപ്പോൾ ഡെയിലി രാത്രി ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ മടുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കല്പം നട്ട്സ് എടുത്തിട്ട് നട്ട്സും ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക. ഇപ്പോൾ ഒരു ആപ്പിളും ഒരു പേരയ്ക്ക, അല്ലെങ്കിൽ ഒരു പകുതി ആപ്പിൾ പകുതി പേരയ്ക്ക, കുറച്ച് നട്ട്സ്, ഒരു 2 ഈന്തപ്പഴം കൂടെ ആകുമ്പോൾ വയറ് സ്റ്റേബിളായി, വിശക്കത്തില്ല. ഇപ്പം ഞാനീ പറയുന്ന ഡയറ്റ് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്ന സംശയം, രാത്രിയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറുമോ എന്നുള്ള തോന്നലാണ്. മാറും. നമ്മൾ വേണ്ട ഫുഡ് പൊറോട്ടയോ അല്ലെങ്കിൽ ഇഡലിയോ ദോശയോ ചോറോ ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊരു സങ്കടം മനസ്സിൽ തോന്നുമെന്നേ ഉള്ളൂ. വയറിന് യഥാർത്ഥത്തിൽ വിശപ്പ് മാറുമെന്നുള്ളതാണ് സത്യം. ഒരുപാട് പേരിൽ ഞാനിത് നോക്കി. അത്താഴം ഇത്തരം ഭക്ഷണങ്ങൾ കൊണ്ട് സേഫായിട്ട് കഴിയും എന്ന് ഉറപ്പാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. അത്താഴത്തിന് എന്ത് കഴിക്കണം എന്ന് കൺഫ്യൂഷനുള്ള ഒരുപാട് പേർക്ക് ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.